قال الله سبحانه وتعالى في محكم التنزيل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്, ഇവിടെ ഇപ്പോൾ ഈ പാരായണം ചെയ്ത ആയത്തിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നൂറ് കരസ്ഥമാക്കിയ മുഅ്മിനീങ്ങൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നൂറ് പ്രകാശം, ഇൽമ്, ആത്മീയ ഉലൂമുകൾ, ഭൗതിക ഉലൂമുകൾ എന്ന ഒരു വേർതിരിവ് ഇല്ല. എല്ലാം അള്ളാഹുവിനെ കണ്ടെത്താൻ സഹായിക്കുന്നത്, ദൈവാസ്തിക്യത്തെക്കുറിച്ച് അള്ളാഹു ഏകനായ റബ്ബിനെ അടുത്തറിയാൻ ഉതകുന്നതാണ് എല്ലാ ഇൽമുകളും. പക്ഷേ ഓരോ ഇൽമുകളും നമ്മളിൽ കിബറിന്, അഹങ്കാരത്തിന് വഴിവെക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ, നമ്മുടെ കടമകൾ മറന്നുപോകാൻ, സൃഷ്ടിച്ച പരമോന്നത ശക്തിയെ വരെ പുച്ഛിച്ചു തള്ളി മതനിരാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ, ദൈവാസ്തിക്യത്തിനെ തള്ളിപ്പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിസാരപ്പെടുത്താൻ ഒക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രപഞ്ചത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളുടെയും താക്കോൽ സൂക്ഷിപ്പുകാരൻ, സർവ്വ ഉലൂമുകളും, പ്രൈമറി നോളജല്ല, വിശദമായ വിശാലമായ അറിവ് അള്ളാഹു കൊടുത്ത തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഇൽമിൻ്റെ വഴി തുറന്നു നൽകി, അവിടുന്ന് പരിശുദ്ധ ഖുർആൻ്റെ വിശദീകരണം നൽകി പറയുന്നത് എല്ലാ അറിവുകളും റബ്ബിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, അള്ളാഹുവിനെ വിശ്വസിച്ച് തഖ്വ ഉൾക്കൊണ്ട് മുഅ്മിനായി നിലകൊള്ളുന്ന സജ്ജനങ്ങൾ, ശുഹദാക്കൾ, മഹത്തുക്കൾ, റബ്ബാനിയായ ഉലമാക്കൾ, ആബിദീങ്ങൾ, ഈ മഹത്തുക്കളെല്ലാം വല്ലദീന ഊത്തുൽ ഇൽമ, പരിശുദ്ധ ഇൽമ കരസ്ഥമാക്കി അറിവ് കരസ്ഥമാക്കിയവരും അള്ളാഹു അവർക്ക് ദറജാത്ത്, വലിയ ഉന്നതമായ സ്ഥാനം, മഹത്വം, അള്ളാഹു അവരെ സ്ഥാനം ഉയർത്തും എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. വലിയ ഉന്നതങ്ങളിൽ അള്ളാഹു അവരെ എത്തിക്കും, അള്ളാഹു അവരെ ഉയർത്തും, മഹത്വപ്പെടുത്തും. അള്ളാഹു ഇൽമ കിട്ടിയവർ ആലിമീങ്ങൾ എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ആലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പണ്ഡിത മഹത്തുക്കൾ മാത്രമല്ല ആലിം. ഒരു സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചവൻ അതിൽ ആലിമാണ്. ഒരു സൂറത്തുൽ ഇഖ്ലാസ് മനനം ചെയ്തവൻ ആ സൂറത്തിൻ്റെ വിഷയത്തിൽ ആലിമാണ്. പക്ഷേ അതെനിക്കറിയില്ല. എപ്പോഴും ഞാൻ ആ സൂറത്ത് അറിയാത്ത ആളാണെങ്കിൽ ഞാൻ ആ വിഷയത്തിൽ ജാഹിലാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചവൻ ആ വിഷയത്തിൽ ആലിമാണ്. ഖുർആൻ്റെ ഒരു ജുസ് മനനം ചെയ്തവൻ ആ വിഷയത്തിൽ ആലിമാണ്. കുറേ മസ്അലകൾ നന്നായി തിരിയുന്നവൻ ആ വിഷയത്തിൽ ആലിമാണ്. 8-9 വർഷക്കാലം പഠിച്ച് സനദ് നേടി മഹോന്നതമായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എത്തിച്ചേരുന്ന സനദ് കരസ്ഥമാക്കിയ മഹോന്നതരായ ആലിമീങ്ങളും ഉണ്ട്. ആലിം എന്ന് പറയുമ്പോൾ ഏത് വിഷയത്തിൽ അറിവ് നേടുന്നോ അവർ ആ വിഷയത്തിൽ ആലിമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്നവരാണ്. അവരുടെ കണക്കനുസരിച്ച് അള്ളാഹു നൽകും. അവരുടെ ഇൽമിൻ്റെ പരിധി അനുസരിച്ചും അവരുടെ പ്രവർത്തനമനുസരിച്ചും അള്ളാഹു വലിയ മഹത്വം കൊടുക്കും. അള്ളാഹു വലിയ ഉന്നതമായ സ്ഥാനം ഇവർക്ക് കൊടുക്കും. സജ്ജനങ്ങൾക്ക്, ശുഹദാക്കൾക്ക്, അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, ആബിദീങ്ങൾക്കൊക്കെ അള്ളാഹു ഉന്നത സ്ഥാനം കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അക്കൂട്ടത്തിൽ ഒരായത്തെങ്കിലും പഠിച്ച ആലിമേ നിങ്ങൾക്കും വലിയ സ്ഥാനം അള്ളാഹു നൽകും. മസ്അല പഠിച്ചവർക്ക് നൽകും. പരിശുദ്ധമായ റമദാനിൽ ധാരാളം ഖുർആൻ ഓതുമ്പോൾ എത്രയോ സൂറത്ത് കാണാതെ പഠിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അള്ളാഹു വലിയ വലിയ സ്ഥാനം നൽകും. ഇന്നത്തെ തറാവീഹിൻ്റെ നിസ്കാരത്തിൻ്റെ പോരിശ പറയുന്നത് സജ്ജനങ്ങൾക്ക്, ശുഹദാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം വലിയ സ്ഥാനമാണ്. ആ പ്രതിഫലത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു നൽകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചവരാണ് ഈ പറഞ്ഞ കൂട്ടർ. സജ്ജനങ്ങൾ, ഇൽമുള്ളവർ, മഹത്വമേറിയവർ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നല്ല ഈമാനിക കരുത്ത് നിലനിർത്തിക്കൊണ്ടുപോകുന്നവർ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബിൻ്റെ ഇഷ്ടം വരുന്ന രൂപം എങ്ങനെയാണെന്നറിയോ? അള്ളാഹു അവരിലേക്ക് നോക്കുന്നത് അവരുടെ സൽഗുണങ്ങളിലേക്കാണ്. അള്ളാഹു നല്ല സ്വഭാവ ഗുണം നമുക്കെല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ.
അവരുടെ പെരുമാറ്റ രീതിയാണ് അള്ളാഹുവിൻ്റെ നോട്ടം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള വഴി നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്, ഒന്ന്, നിങ്ങളിൽ തഖ്വയുണ്ടാവണം റബ്ബിൻ്റെ ഇഷ്ടം കിട്ടാൻ. നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന ഞാനും ഒന്ന് ചിന്തിക്കണം, തഖ്വ നമുക്കുണ്ടോ? ഇലാഹായ റബ്ബിനെ ഭയക്കണം. റബ്ബിനെ പേടിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹിനെ എപ്പോഴും ഇങ്ങനെ പേടിച്ച് വിറച്ച് അങ്ങനെയല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ നൂറ് തജല്ലി നഷ്ടപ്പെടുമോ റബ്ബേ എനിക്ക്, അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് നഷ്ടപ്പെടുമോ, ഒരു പേടിയാണ്. അപ്പോഴാണല്ലോ നിസ്കരിക്കാൻ കാറെടുത്തവരും പള്ളിയിൽ വരാൻ വേണ്ടി മാത്രം വാഹനം എടുത്തവരും എത്രയോ ഉംറ ചെയ്ത ഹജ്ജ് ചെയ്ത ഹാജിമാരും മഹത്തുക്കൾ ഇപ്പോൾ ഈ സദസ്സിലുണ്ട്. അവരുടെയൊക്കെ ഒരു ഈമാൻ്റെ കരുത്ത് എന്താണ് റബ്ബേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഈമാനിൻ്റെ സ്ഥാനം, മഹത്വം, തഖ്വ, അതാണ് അവർക്ക് ഇബാദത്തിൻ്റെ വിഷയം. പള്ളിയിൽ നിന്നൊന്ന് അകന്നു നിൽക്കുമ്പോൾ അടുത്ത വഖത്തിനെ കുറിച്ചുള്ള ടെൻഷൻ, ആ സമയമാകുമ്പോൾ തന്നെ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഇലാഹിനെ പേടിച്ചവർ പള്ളിയിൽ കൃത്യസമയം പാലിച്ച് പള്ളിയിലെത്തും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി പറയുന്നത് ഇഹ്സാനാണ്. ഇഹ്സാൻ എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു പൈസയൊന്നും കയ്യിലില്ല, പലരും പറയുന്ന കേട്ടാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. തട്ടിയും മുട്ടിയും കുടുംബത്തിനെയൊക്കെ വിട്ട് മാറ്റി രസങ്ങൾ സുഖങ്ങളൊക്കെ വിട്ട് പ്രവാസ ലോകത്ത് കിടന്ന് കഠിനാധ്വാനം ചെയ്യുന്ന, രക്തം വിയർപ്പാക്കി പൊരുവയിലെത്ത് അധ്വാനിക്കുന്നവരുണ്ട് കേട്ടോ. ആ പാവങ്ങൾ ആ സമയത്ത് അവരുടെ ഉള്ളിൽ ഇൻഷാ അള്ളാഹ് ഒരു വാക്ക് കേൾക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാനും പരിശുദ്ധ നോമ്പ് തുറയ്ക്ക് വേണ്ടി കൊടുക്കാനും വിധവകളെ സഹായിക്കാനും റമദാനിൽ ഒത്തിരി ഉദാര പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർ കാണിക്കുന്നൊരു മനസ്സുണ്ട്. ആ മനസ്സിനാണ് ഇഹ്സാൻ. കൊടുക്കാനൊരു മനസ്സ്, സഹായിക്കാനൊരു മനസ്സ്, പരസഹായം ചെയ്യാനൊരു മനസ്സ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ സമ്പത്തിലൊരു കുറവും വരില്ല. കുറേ സഹോദരങ്ങൾ പറയും, ഇൻഷാ അല്ലാഹ് കുറച്ച് പൈസ കിട്ടി ഇന്നതൊക്കെ ചെയ്യണം ഉസ്താദേ, ഇന്നവരൊക്കെ സഹായിക്കണം, ഇന്നവരൊക്കെ കൊടുക്കണം, ഇന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യണം. അവർക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കുമാറാകട്ടെ. കാരണം നല്ല നീയത്തുള്ളവരാണ്. ആ നീയത്ത് അണയാതെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇഹ്സാനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന കവറിൽ ഭക്ഷണം എടുത്ത് ഇന്നും എന്നും എപ്പോഴും ഓർക്കണം. അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ ഇഫ്താർ കർമ്മത്തിനിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ വരുന്ന ഭക്ഷണ പൊതിയിൽ ഒരു വലിയ അധ്വാനം കിടപ്പുണ്ട്. എത്രയോ മണിക്കൂർ മുമ്പ് വന്ന് കൊത്തിയരിഞ്ഞ് മുറുക്കി റെഡിയാക്കി മുറിച്ച് ചിട്ടപ്പെടുത്തി തർത്തീബാക്കി കവറുകളിലിട്ട് വെള്ളം കലക്കി കൊച്ചുമക്കളെയൊക്കെ സന്തോഷിപ്പിച്ച് ആ നോമ്പുകറക്കാർ കൊടുത്ത ഭക്ഷണത്തിനെ തർത്തീബാക്കി നമ്മുടെ മുന്നിലെത്തിച്ച് നൽകുന്നവരുണ്ട്. ഇഹ്സാനാണ്. അള്ളാഹിൻ്റെ പൊരുത്തം മാത്രമാണ് തൃപ്തി. ആരുമില്ലാത്ത സമയത്ത് അവരത് ചെയ്യുമ്പോൾ റബ്ബിൻ്റെ പൊരുത്തം മാത്രമാണ് അവരാഗ്രഹം. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ഭക്ഷണം പാചകം ചെയ്തു തരുമ്പോൾ ദാണ്ടേ ഭും ഇന്ന് കിട്ടിയ കാശ് ടക്കോന്ന് വയ്ക്കും, ശബ്ദം വയ്ച്ച് കഴിയുമ്പോൾ അത് കയ്യിൽ നിന്ന് പോയി. ഇതാണ് ഇന്നത്തെ അവസ്ഥ അല്ലേ? ഇനി എന്ത് പാചകം ചെയ്താലും കിട്ടുന്ന പൈസയൊക്കെ അപ്പം പക്ഷേ അത് വിളമ്പുമ്പോഴും വേവിക്കുമ്പോഴും നമുക്ക് തരുമ്പോഴും വെയിൽ കൊള്ളുമ്പോഴും ആ സമയത്ത് ചൂട് കൊണ്ട് അതിൽ നിന്ന് അധ്വാനിക്കുമ്പോൾ ഒരു ഹിദ്മത്തുണ്ട്, അവിടെ ഒരു സഹായമുണ്ട്. ഇഹ്സാൻ ഇത് റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ മക്കൾ, കുടുംബാദികൾ, നമ്മളെ ഒത്തിരി സഹായിക്കുന്നവർ, സ്നേഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. ആ ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു മറ്റൊരു വഴി റബ്ബ് പറഞ്ഞത് സ്വബർ വേണം. പതറാതെ പിടിച്ചു നിൽക്കാൻ ഒരു ക്ഷമ വേണം എപ്പോഴും. അള്ളാഹുവേ പറയുന്ന എനിക്കും നമുക്കും എല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കഴുത്ത് മുറിഞ്ഞു പോയാലും കളവ് പറയൂല എന്നൊരു തീരുമാനം, സത്യസന്ധത, ഇത് റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. റബ്ബിൻ്റെ ഇഷ്ടം കിട്ടാനും ദറജാത്ത് സ്ഥാനങ്ങൾ ഉയർത്തി റബ്ബ് അവർക്ക് കൊടുക്കാനും. സ്ഥാനം ഉയരുമെന്ന് പറഞ്ഞാൽ റിസ്ഖ് മാത്രമല്ല, എപ്പോഴും പറയും കുറച്ച് കാശ് കിട്ടലല്ല, എല്ലാത്തിലും ഇസ്സത്തോടെ നിലകൊള്ളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആഖിബത്ത് നന്നാവണം. ഇതാണ് ഏറ്റവും വലിയ അള്ളാഹു നൽകുന്ന ദറജ, ഉയർച്ച എന്ന് പറയുന്നതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്ത് വന്നാലും കളവ് പറയില്ല, കളവ് ചെയ്യൂല. ഈ ഒരു തീരുമാനം അള്ളാഹുവിന് വലിയ ഇഷ്ടം കിട്ടാൻ കാരണമാണ്. പരസ്പര സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് പുഞ്ചിരിച്ച് നെറ്റി ചുളിക്കാതെ പുഞ്ചിരി വിതറിക്കൊണ്ട് നടക്കണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇങ്ങനെയൊക്കെ റബ്ബിൻ്റെ ഇഷ്ടം പ്രാപിച്ചാൽ അള്ളാഹു നമുക്ക് നൽകുന്ന നേട്ടത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും മനസ്സമാധാനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. പരലോകത്ത് ശക്തമായ റബ്ബിൻ്റെ തണൽ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കും. പരലോകം എന്ന് പറയുമ്പോൾ വിറകൊണ്ടിട്ട് പേടിച്ചിട്ട് ഓർക്കുന്ന ഒരു രംഗത്തിൽ ഒരാശ്വാസമായി റബ്ബിൻ്റെ അർശിൻ്റെ തണൽ കിട്ടി പോകുന്ന മുഅ്മിനീങ്ങളെ ഒന്ന് ഓർത്തു നോക്ക്. കുട പിടിച്ച പോലെ ആ ഭാഗ്യത്തിൽ അള്ളാഹു അവരെ ചേർക്കും. സ്വർഗ സുന്ദര സുവനം, ഇന്നലെ പറഞ്ഞല്ലോ സ്വർഗത്തിൻ്റെ ദറജത്തല്ലേ, മഹത്വം, ജന്നാത്തുൽ ഫിർദൗസിൻ്റെ മഹത്വമാണ് ഇന്നലത്തെ തറാവീഹിന് കിട്ടുന്ന വലിയ പ്രതിഫലം. അവിടെ ഉയർന്ന സ്ഥാനം കൊടുക്കുന്നതാണ്. സ്വർഗത്തിലെ സുന്ദര സുവനത്തിൻ്റെ 8 ബാബ്
നരകമാണ്, ചെറുത്, അതിന് 7 പാവേ ഉള്ളൂ, കുടിസാക്കി കളഞ്ഞു. ഒരു എൻട്രൻസ്, ഒരു ഓഫീസിൻ്റെ എൻട്രൻസ് ഡോർ വലുതായിരിക്കും, എല്ലാവരും കയറി വരാൻ. അതേപോലെ റബ്ബിന് ഏറ്റവും ഇഷ്ടമാണ്, റബ്ബിൻ്റെ ആഗ്രഹമാണ്, റബ്ബിൻ്റെ ഒളബിനേക്കാൾ അവൻ്റെ കാരുണ്യം മുന്തി നിൽക്കുകയാണ് എന്നതിന് തെളിവാണ് സ്വർഗത്തിൻ്റെ 8 വാതിൽ. ആ സ്വർഗത്തിൻ്റെ വാതിലേക്ക് അള്ളാഹു വിളിച്ചടുപ്പിക്കും. അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ് ജനങ്ങളുടെ സ്നേഹവും കിട്ടും. ജനങ്ങളുടെ സ്നേഹമില്ലാതെ വല്ല രക്ഷയുണ്ടോ? എല്ലാവരും സ്നേഹിക്കണ്ടേ? സ്വന്തം പെണ്ടാട്ടി സ്നേഹിച്ചില്ലെങ്കിൽ തീർന്നില്ലേ? 3 ദിവസം കഴിഞ്ഞാൽ, 2 ദിവസം, 1 ദിവസം കഴിഞ്ഞാൽ മതി, തീർന്ന്. ആ വീട് ആകെ അസ്വസ്ഥതയാണ്. മക്കൾ തറതല പറയണ, വാപ്പനെ കുറ്റം പറയണ മക്കൾ മതി, പോരെ, ആ വീടിൻ്റെ ബറക്കത്ത് പോയില്ലേ? എല്ലാം നാശമല്ലേ? വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ബറക്കത്ത് പോകാൻ അത് മതി. അതുകൊണ്ട് ജനങ്ങളുടെ സ്നേഹം വേണം, കുടുംബത്തിൻ്റെ സ്നേഹം വേണം, മക്കളുടെ സ്നേഹം വേണം, എല്ലാവരുടെയും സ്നേഹവും വേണം, പൊരുത്തവും വേണം. അള്ളാഹുവിൻ്റെ പള്ളിയിൽ വരുന്ന എല്ലാവരെയും സ്നേഹിച്ച് അവരുടെ പൊരുത്തവും അവരുടെ ഇഷ്ടവും വേണം. അതിൽ ഹാജിമാരുണ്ട്, ഉംറ ചെയ്ത മഹത്തുക്കളുണ്ട്, മഹോന്നതരുണ്ട്. അവരുടെ ഒറ്റ ദുആവിൽ സലാമത്താവാൻ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് തറാവീഹിന് ശേഷം അൽഹംദുലില്ലാ നെച്ചോറ് കൊണ്ടുവന്നിട്ടുള്ള നെജ്മ KC ഹൗസ് അവരുടെ ഉമ്മമായിയുടെ ആണ്ടിൻ്റെ ദിനമാണ്. അള്ളാഹുവേ മഗ്ഫിറത്ത് നൽകണേ പടച്ചോനെ, അവർക്ക് മർഹമത്ത് നൽകണേ. അവരുടെ ഉമ്മയും മരണപ്പെട്ടു പോയി. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകുമാറാകട്ടെ. നിസാം മേലെവിള ഇന്നത്തെ നോമ്പുതുറ നൽകിയ കുടുംബാദികൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ നിന്ന് 3 ദിവസമായിട്ട് നോമ്പുറ നൽകുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾ മുഅ്മിനീങ്ങൾ നോമ്പുതുറയ്ക്ക് വേണ്ടി വലിയ പ്രതീക്ഷയോടെ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് കാംക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്ന ഭക്ഷണപ്പൊതി, ഞങ്ങളുടെ മുന്നിൽ വെച്ച ഭക്ഷണം നോമ്പുതുറക്കാർക്ക്, അനുഗ്രഹീതരായ നോമ്പുതുറക്കാർക്ക് അവർ നൽകിയതാണ്. സ്വീകരിക്കണേ റബ്ബേ. അത് തറാവീഹിന് ശേഷമുള്ള ഭക്ഷണത്തിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. ആ സമ്പത്ത് അവരതിൽ നിന്നെടുക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവർക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ കൂട്ടരെ നീ സ്വീകരിക്കണം റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസ് അവർക്ക് നൽകണേ റഹ്മാനെ. അവരുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവേ, സുന്ദര സുവനത്തിലേക്ക് റയ്യാനിൻ്റെ നോമ്പുകാരെ വിളിക്കുന്ന ബാബിലൂടെ ഈ റമളാനിൽ തറാവീഹിന് ശേഷവും നോമ്പുതുറ നൽകിയും നോമ്പ് കിറ്റ് നൽകിയും സ്വതക്കകൾ ഹദിയകൾ നൽകിയും പരിശുദ്ധ റമളാനിൽ സകാത്ത് പുറപ്പെടുവിച്ചും ഇബാദത്തുകൾ കൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുത്ത മുഅ്മിനീങ്ങളെ ആ റയ്യാനിൻ്റെ ബാബിലൂടെ വിളിച്ച് നീ അവിടെ ഒരുക്കിയ സ്വർഗത്തിൻ്റെ ഭക്ഷണപാനീയങ്ങൾ സന്തോഷത്തോടെ കൊടുക്കണേ റഹ്മാനെ. അവരെ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകല്ലാ, മർഹമത്ത് നൽകല്ലാ, ജന്നാത്തുൽ ഫിർദൗസ് നൽകല്ലാ. അവരുടെ കുടുംബങ്ങളിലെ പ്രതിസന്ധികൾ മാറ്റണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. അവരുടെ ബിസിനസ്സുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. എല്ലാവിധ ശർറ്, ബലാ, മുസീബത്ത്, ഇടങ്ങേറുകളിൽ നിന്ന് കാവൽ നൽകണം റഹ്മാനെ.